ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ നാരങ്ങ കുത്തിയ പോലെയാണ്. അതെന്താ ഒന്നുകൂടെ പറഞ്ഞു? ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ. നീ ഇപ്പൊ പറഞ്ഞ ഈ കമന്റിന് നിന്റെ മോന്തക്കാലിൽ തലയെ കൂടാണ് ഞാൻ ശരിക്കും നിർത്ത്. നീ എന്റെ കിച്ചുവിന്റെ ഏജ് ആയി. എന്നാ വൃത്തികെട്ടതാടി നീ. കട്ട് ചെയ്തേക്ക് മതി, നിർത്തിക്കോ, എനിക്ക് മതി. ഗസ്റ്റിനെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനത്തെ മറ്റേ ചോദ്യം അല്ല ചോദിക്കും. ഞാൻ ഓൾറെഡി കമന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. ഒന്നുമില്ല മോളെ നിർത്ത്. ഇത്ര കമന്റ്സ് ആണ് നീ ചോദിക്കണത്. വീട്ടിൽ ആരോടെങ്കിലും ചോദിച്ചൊക്കെ അടി കിട്ടും നിനക്കിട്ട്. ഞാൻ അടിക്കാത്ത എന്റെ മാന്യത. അങ്ങനെ കുറെ ഉണ്ട് ഇന്റർവ്യൂ ചോദിക്കുന്ന കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. അതൊന്നും കയ്യിലിരുന്നാ മതി, ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് എടുക്കുകയും വേണ്ട. അത് നിർത്തിയൊക്കെ എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണ് എന്ന് ഓർക്കുമ്പോ സമാധാനം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത്. വന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ടാണ് ഇത്ര വൃത്തികെട്ട കമന്റ്സ് വായിക്കുന്നത്. അതിന്റെ അർത്ഥം നിനക്കറിയോ? കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? കിച്ചുവിന്റെ ഏജ് അല്ലേ ഉള്ളൂ. അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അമ്മയെ പോലുള്ള ഒരാളുടെ അടുത്ത് ഇങ്ങനെയാണോ നീ ചോദിക്കുന്നത്? ജസ്റ്റ് കമന്റ് വന്ന കാര്യം ചോദിച്ചിട്ട് റേസ് ആവേണ്ട ആവശ്യമില്ല. അതില് കമന്റ് ഒക്കെയാണോ ഇവിടെ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ മാന്യത കാണിക്കേണ്ടതുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ നിർത്തല്ല, ഞാൻ എഴുന്നേറ്റ് പോകും. വേണമെങ്കിൽ വണ്ടി കൊണ്ടുവിടല്ലേ, ഞാൻ ഊബർ വിളിച്ചു പോകാം. തുറക്കടാ ഇത്. ചേട്ടാ കയ്യിൽ പല്ലി തൂങ്ങി കിടക്കുന്നു, തട്ടിക്കട. പല്ലി അല്ലടാ, രേണുസുതി ആയിരിക്കും തൂങ്ങിക്കിടക്കണം. രേണുസുതി ദുബായി പോയി അറബിയെ കെട്ടി. കേരളത്തിൽ നിന്ന് ഒരു ശല്യം ഒഴിഞ്ഞു പോയി. അങ്ങനെ ആരും കരുതണ്ട, കേരളത്തിൽ നിന്ന് രേണുസുതി ഒഴിഞ്ഞു പോകത്തില്ല. ആ ശല്യം എന്നും ഇവിടെ നിലനിൽക്കും. ഒരു ആഫ്രിക്കക്കാരന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് എന്റെ ആഫ്രിക്കൻ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനും ഒരുപാട് മോശം കമന്റ്സ് ആണ് പുറത്തു വരുന്നത്. അതിന് തിരിച്ച് ഞാൻ 2-3 എണ്ണത്തിന് നല്ല കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കാൻ പോയില്ല, എനിക്ക് സമയമില്ലായിരുന്നു. ഓക്കെ, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന രേണു ചേച്ചിക്ക് ബിഗ് ബോസിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. 1 വീക്കിൽ കിട്ടുന്നുണ്ടായിരുന്നു. കുറച്ച് നാളും കൂടി പിടിച്ചു നിന്നാൽ കുറച്ചും കൂടി. ഞാൻ എന്റെ പേഴ്സണൽ ഇപ്പം ആമിനെ അല്ലല്ലോ അവിടെ പിടിച്ചിരിക്കുന്നത്, ഞാനല്ലേ പിടിച്ചേക്കേണ്ടത്. എനിക്ക് പറ്റിയില്ല. എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കാരണം ഇപ്പൊ ദുബായിൽ പോയിട്ട് പൈസയുടെ കാര്യം പറഞ്ഞു. ഞാൻ സ്ഥിരം എന്റെ മക്കളെ ഫോൺ വിളിക്കും ഇല്ലേ, വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. അവരുടെ അടുത്ത് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, ആശയവിനിമയം നടത്തുവാൻ. എന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ വിളിക്കുമായിരുന്നു. ഇതൊന്നും ബിഗ് ബോസിൽ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്തു. എന്റെ മൈൻഡ് ശരിയല്ല. ഗസ്റ്റ് ആയിട്ട് പോയി ഒരാള് എന്തിന് കള്ളു കുടിച്ച് ഡാൻസ് കളിച്ചു? കള്ളു കുടിക്കുന്നത് കണ്ടായിരുന്നു. കള്ളു തന്നെയാണെന്ന് എന്താ തെളിവ്? അതിനകത്ത് കള്ളാണെന്ന് ആര് പറഞ്ഞു? മോരും വെള്ളം കൂടെ. അതായത് കള്ളു കുടിക്കുന്ന പോലെ അഭിനയിച്ചു ഞാൻ ഡാൻസ് ചെയ്തു. അതെനിക്ക് ഒരു വൾഗാരിറ്റിയും തോന്നിയിട്ടില്ല, ഒരു തെറ്റായിട്ടും തോന്നിയിട്ടില്ല. ഞാൻ എന്റെ ജോലിയാണ്. ഇത്രയും വലിയൊരു സ്വയം സെലിബ്രിറ്റി ആണെന്ന് പറയുന്ന രേണു, ഞാൻ സ്വയം പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് വരെ സ്വയം സെലിബ്രേറ്റ് ചെയ്യാന്ന് എങ്ങും പറഞ്ഞിട്ട്. സെലിബ്രേറ്റിയുടെ അർത്ഥം എന്താണ്? പ്രശസ്ത. അതെ, ഒരു സ്ഥലത്ത് എന്നാൽ തിരിച്ചറിയുന്ന ഒരാളാണ് സെലിബ്രേറ്റ്. അല്ലാതെ അതിൽ കൂടുതൽ എന്താണ് സെലിബ്രേറ്റ്? ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം 1ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമുക്ക് ഫെമിലിയർ ആയ ഒരാളാണ്. സോഷ്യൽ മീഡിയ താരവും അതുപോലെ തന്നെ ബിഗ് ബോസ് ഫെയിമുമായ രേണുസുതി ചേച്ചിയാണ്. ചേച്ചി സ്വാഗതം. സ്വാഗതം. നമസ്കാരം. സോറി, ഞാൻ സ്വാഗതം. കുറെ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുന്നത്. അപ്പൊ എന്തൊക്കെയുണ്ട് ചേച്ചി പുതിയ വിശേഷങ്ങളൊക്കെ, കാര്യങ്ങളൊക്കെ? പുതിയ വിശേഷം അടിപൊളി. ദുബായിൽ നിന്ന് വന്നു. ദുബായിൽ നിന്ന് വന്നതാണ് പുതിയ വിശേഷം. പുതിയ വിശേഷം അതാണ്. ഈ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ദുബായിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിയത്? ഞാനോർത്ത് എങ്ങനെയാണ് പോയെന്നുള്ള ചോദ്യത്തിന് ഞാനിപ്പോ ഫ്ലൈറ്റിന് പോയെന്ന് പറയാൻ വന്നതാണ്. പിന്നെ അവസരവും ഓർത്ത് അത് പിന്നെ കേട്ടത്. ഓക്കെ, അവസരം കിട്ടിയത് ഞാൻ ഒരു 6-7 മാസം മുന്നേ ഇത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചാന്തുകുടഞ്ഞൊരു സൂര്യമാനത്ത് ഇറങ്ങിയ സമയത്ത് എന്നെ ഇവരിങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നമ്മുടെ റോബി എന്ന് പറയുന്നൊരു ചേട്ടനാണ്, സൂചേട്ടൻ്റെ ഒക്കെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ ആള് ഞാൻ പോയ പാപ്പിലോണിൽ ഓപ്പറേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ പാപ്പിലോൺ പുതിയതായിട്ട് 2 മാസമായിട്ട് തുടങ്ങിയ ഒരു പുതിയൊരു ഔട്ട്ലെറ്റ് ആണ്. അപ്പം ബാർ റെസ്റ്റോറന്റ് ആണ്. സോ അപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞെടി ഇവിടെ ഇങ്ങോട്ട് വരുന്നോ, ദുബായിൽ ഒരു പ്രമോഷൻ ഉണ്ട്, ഒരു 10-15 ദിവസത്തേക്കിന് വരുന്നോന്ന് ചോദിച്ചു. ഞാനോർത്ത് ചുമ്മാ പറയുന്നത് അല്ല വാ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇങ്ങനെ അതാണ് തുടക്കം പാപ്പിലോണിലേക്ക് പോകാൻ കാരണം. ആണ്. അപ്പോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം, ബിഗ് ബോസ് ഫെയിം ആയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെയാണോ? അങ്ങനെ ഇപ്പം ബിഗ് ബോസ് ഫെയിമിന് ശേഷമാണല്ലോ ഞാൻ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നത്. അപ്പൊ അത് തന്നെയായിരിക്കും. അതിന് മുന്നേ വന്ന അവസരമാണ്.
ദുബായിൽ വേറൊരു ഇതിന് വന്ന അവസരം, നേരത്തെ പറഞ്ഞൊരു അവസരമാണിത്, വേറൊരു പ്രോഗ്രാമിന് പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് പോയത് അതിന് മുന്നേ മസ്കറ്റ് പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു, അത് ക്യാൻസൽ ആയി പോയായിരുന്നു. എന്തോ പ്രശ്നം വന്നത് ക്യാൻസൽ ആയി പോയി. അതായത് അവിടെ എന്തോ യുദ്ധമൊക്കെ നടന്നില്ല ആ സമയത്ത്, അതുകൊണ്ടാണ് ക്യാൻസൽ ആയി പോയത്. പക്ഷെ ദുബായിക്ക് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്, അതായത് ഇന്റർനാഷണൽ ട്രിപ്പ് ബിഗ് ബോസിന് ശേഷമാണ്. അപ്പൊ ചേച്ചി പ്രൊമോഷൻ ആയിട്ട് പോയതല്ലേ, അത്യാവശ്യം പൈസ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? അത്യാവശ്യം എന്ന് പറഞ്ഞ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടല്ലോ, അത് അത്യാവശ്യം കുമിഞ്ഞു കൂടി പൈസ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ. ഇപ്പൊ ദുബായിക്ക് ശേഷം ബഹ്റിനിൽ പോകാനുള്ള ഒരു അവസരം കൂടി കിട്ടി ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു, അങ്ങനെ ഒരു അവസരം കിട്ടിയായിരുന്നു? കിട്ടി 22-ാം തീയതി പോവാണ്, ബഹ്റിനിലും പോവാണ്. രണ്ടാമത്തെ ഇന്റർനാഷണൽ, അതെ, അവരുടെ തന്നെ ഔട്ട്ലെറ്റ് ആണ് ബഹ്റിനിലുള്ള ഒലയിലുള്ള ഒലേ സ്യൂട്ട് ഹോട്ടൽ. ഈ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെ കേട്ടു. കിട്ടി. കാരണം നമ്മുടെ മലയാളി പ്രേക്ഷകര് ഒരുപാട് പേര്, പ്രവാസികളായിട്ടുള്ള മലയാളി പ്രേക്ഷകർ ഇഷ്ടം പോലെ എന്നെ കാണാൻ ദുബായിൽ തന്നെ, എന്താ പറയാ, ഷാർജയിൽ നിന്ന് വന്നു, അതുപോലെ ഒമാനിൽ നിന്നൊക്കെ വന്നു ഫാമിലിയായിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട്. സോ അവരൊക്കെ ഒരുപാട് ഗിഫ്റ്റുകൾ തന്നു, നമ്മളെ സ്നേഹിക്കുന്നവര്, നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നവര്, അങ്ങനെ കുറെ ഗിഫ്റ്റുകളൊക്കെ കിട്ടി. എന്തൊക്കെ ഗിഫ്റ്റ് ശരിക്കും കിട്ടി? പെർഫ്യൂം ഭ്രാന്തിയായിട്ട് കുറെ പെർഫ്യൂം കൊണ്ടു തന്നു. പിന്നെ അതുപോലെ പിന്നെന്താ, കുഞ്ഞുങ്ങൾക്കുള്ള ടോയ്സും കാര്യങ്ങള്, പെൻസില്, അത് ഇത്, പിന്നെ കുറെ ഡ്രസ്സ് കിട്ടി, അങ്ങനെ കുറെ. പിന്നെ ഡയമണ്ട് മാല കിട്ടി, മോതിരം കിട്ടി, അതാണ് വാച്ച് കിട്ടി. എനിക്കെല്ലാം ഹൈലൈറ്റ് ആണ്. ശരിക്കും ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണല്ലോ ചേച്ചി കിട്ടിയത്. ഇപ്പൊ ഡയമണ്ട് കിട്ടാന്നൊക്കെ പറഞ്ഞാല് പ്രത്യേകിച്ച് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് കിട്ടിയത്. അതാണ്, അത്ര നല്ല മനുഷ്യരാണ് നമ്മളെ കാണുന്നതും നമ്മളെ കാണാൻ വന്നതും നമ്മളെ സ്നേഹിക്കുന്നതായ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ കേരളത്തിനേക്കാളും ഫാൻസ് ഇപ്പൊ കൂടുതൽ ഇന്റർനാഷണൽ ആണോ? എനിക്കറിയില്ല. കേരളത്തിലുള്ളവരല്ലേ അങ്ങോട്ട് പോയത് പ്രവാസികളായിട്ട്. അങ്ങനെ തോന്നിയോ? ഇല്ല, എല്ലായിടത്തും ഉണ്ടല്ലോ നല്ല ആൾക്കാരുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം എന്താ പറയാ, ഒരു 10% ഉള്ളെന്ന് തോന്നി നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. ബാക്കിയുള്ള 90% നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സിനിമാ താരം വന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്ന പോലെയാണ് രേണു ചേച്ചി വന്ന് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ മീഡിയക്കാർ ഇങ്ങനെ പൊതിയുന്നത്. ഒരു സിനിമാ താരത്തിന് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ് ചേച്ചിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും നല്ലതല്ലേ അത്? പിന്നെ അപ്പൊ നമ്മുടെ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിപ്പോ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉള്ള ഒരു ഫീലാണ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, വണ്ടി ഓടിച്ച ആളുടെ അടുത്ത് പറയായിരുന്നു, ചേട്ടൻ മരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് പണ്ടത്തെ കുറെ സ്ഥലങ്ങളൊക്കെ, ഗോൾഡ് സൂക്കെ അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ പണ്ട് ഞാനും കിച്ചു സുചേട്ടനും എന്താ പറയാ സിനിമ കണ്ട കാര്യമോ, മാസ്റ്റർ പീസ് ഇറങ്ങിയ സമയത്ത് അന്ന് കണ്ട കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്തോണ്ട് വരും. അതായത് സുചേട്ടൻ ഇല്ലെന്ന് എനിക്കിപ്പോഴും അങ്ങോട്ട് തോന്നാൻ പറ്റുന്നില്ല. ഉണ്ട്, എവിടെയോ ഉണ്ട്. രേണു ചേച്ചി ഇപ്പം ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പം മക്കളുമായിട്ട് ട്രിപ്പ് പോയി എന്നൊക്കെ കണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പും കാര്യങ്ങളും? അതെന്റെ അച്ഛന്റെ പപ്പായുടെ അനിയന്റെ സ്ഥലം തന്നെയാണ്, പാമ്പനാർ എന്ന് പറയും, പരുന്തുംപാറ. അപ്പം അവിടെ അടിപൊളി സ്ഥലമാണ്. അപ്പം അവിടെയാണ് ഇപ്പം മോൻ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം. ആദ്യം വീഗാലാൻഡ് നമ്മുടെ വണ്ടർലാക്ക് പോകാനാണ് തീരുമാനിച്ചപ്പം പറഞ്ഞു വേണ്ട നമുക്ക് അങ്ങോട്ട് പോകാം, വണ്ടർലായിൽ പോയാൽ ചിലപ്പം കുഞ്ഞു പിള്ളേർക്കുള്ള റൈഡൊക്കെ കുറവല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. കുഞ്ഞു പിള്ളേർക്ക് അധികം എനിക്ക് തോന്നുന്നില്ല, വലിയവരുടെ റൈഡല്ലേ. അപ്പം ഇതപ്പൻ കിച്ചു പറഞ്ഞ നമുക്കെന്നാ അങ്ങോട്ട് പരുന്തുംപാറയ്ക്ക് പോകാം, പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് വണ്ടർലായിൽ പോകാന്ന് പറഞ്ഞു. സമയമില്ലായിരുന്നു, എനിക്ക് പിറ്റേ ദിവസം ഷൂട്ടിനും പോകണമായിരുന്നു. അപ്പൊ നേരെ അങ്ങോട്ട് പോയി, പപ്പായുടെ അനിയന്റെ വീട്ടിലുമൊക്കെ പോയി അവരെയും കണ്ട് പരുന്തുംപാറയൊക്കെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. ഫാമിലി ഒക്കെ ഇപ്പൊ ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പിയാണ്. പൊതുവേ രേണു ചേച്ചിന്റെ ഒരു സ്പേസിൽ കാണാത്തൊരു കാര്യമായിരുന്നു കിച്ചുവിനെ. അപ്പൊ കിച്ചു ഇപ്പൊ എയർപോർട്ടിൽ സ്വീകരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ വന്നു. എന്റെ സ്പേസിൽ കാണാത്തതെന്ന് പറഞ്ഞാൽ അവനിപ്പം എന്നെ സംബന്ധിച്ച് എന്റെ മകനാണ്, അവന്റെ അമ്മയാണ്. ഇപ്പൊ അമ്മയും മകനും എപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യം എനിക്ക് അതിന്റെ ആവശ്യമില്ല, അവനും അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പൊ ആവശ്യമുള്ളതുകൊണ്ട്, അതായത് എന്നെ കൊണ്ടുവരാൻ അവൻ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞടാ വരണം, അവധിയാണ്, അമ്മ അവധിയാണ്, ഞാൻ വരാന്ന് പറഞ്ഞു, അങ്ങനെ വന്നു, സന്തോഷം. അല്ലാതെ നമ്മളിപ്പോ എപ്പോഴും എന്നെ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ, അതിന്റെ ആവശ്യമില്ല. രേണു ചേച്ചി ഇപ്പൊ സോഷ്യൽ മീഡിയ പറയുന്നത് ചേച്ചി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് ദുബായിൽ പോയി ബാർ ഡാൻസർ ആവാനാണ് എന്ന് പറയുന്നുണ്ട്. അതിനെന്താ? സോഷ്യൽ മീഡിയ പറയട്ടെ. കാരണം ദുബായിൽ പോയി ബാർ ഡാൻസർ എന്നല്ല, ഞാൻ പ്രൊമോഷന് വേണ്ടിട്ട് പോയതാണ്. ബാർ ഡാൻസർ എന്ന് പറയുന്ന ജോലി എത്ര എന്താ പറയാ, അത്ര അഴുക്കാന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. അതെന്താണ് ജോലി, ഡാൻസ് കളിക്കുന്നതല്ലേ. പിന്നെ ബാർ, നമ്മുടെ ഈ മനുഷ്യർ ഇവിടുത്തെ കുറെ ആൾക്കാർ ബാർ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ പോലെ ഇരിക്കും, എന്തോ പോലെയാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ ദുബായിൽ ഫാമിലിയാണ് വരുന്നത്, റെസ്റ്റോറന്റ് കൂടെയാണ്, ഫാമിലി റെസ്റ്റോറന്റ്, ബാർ റെസ്റ്റോറന്റ് ആണ്. ഈ നമ്മുടെ സാധാരണക്കാരായ മലയാളികൾ കാണുന്നത് ബാറിൽ കുറെ കാര് വെള്ളം ഒടിക്കാനാണ് വരുന്നത്. വെള്ളം ഒടിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഫ്രണ്ടില് ഡാൻസ് കളിക്കാൻ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് അങ്ങനെ മോശമായിട്ടൊന്നും തോന്നില്ല. കാരണം ഞാൻ പ്രമോഷന് പോയതാണ്.
ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് അവരെന്നെ വിളിച്ചത് അല്ലെ. ചുമ്മാ ചോദ്യം ഇതാണ്, പ്രൊമോഷന് പോയ ഒരാള്, ഗസ്റ്റ് ആയിട്ട് പോയ ഒരാള് എന്തിന് കള്ളു കുടിച്ച് ഡാൻസ് കളിച്ചു? കള്ളു കുടിക്കുന്ന ഇവര് കണ്ടായിരുന്നോ? അല്ല, ഇവര് കള്ളു കുടിച്ച് ഒരു വീഡിയോയില് കുടിച്ചിട്ട് അത് പ്രൊമോഷനാണ്, മനസ്സിലായി, അത് അവരുടെ പരസ്യമാണ്. അത് കള്ളു തന്നെയാണെന്ന് എന്താ തെളിവ്? നമ്മളിപ്പോ സാധാരണ സുധിച്ചേട്ടൻ ഒരു സിനിമ അഭിനയിച്ചു, ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. കള്ളിന് പകരം ആ കുപ്പിക്കകത്ത് പെപ്സി ഉപയോഗിച്ചാണ് അവര് കുടിച്ചോണ്ടിരിക്കുന്നത്. ഇതിപ്പോ കള്ളാന്ന് ആര് പറഞ്ഞു? അതുപോലെ ഞാൻ ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്ന ആൽബം ചെയ്തു, എല്ലാവരുടെയും മുന്നിൽ കള്ളുണ്ട്, കള്ള് ഷാപ്പാണ്, അതിനകത്ത് കള്ളാണെന്ന് ആര് പറഞ്ഞു? മോരും വെള്ളം ആകൂടെ? സിമ്പിൾ. ഇനി കള്ളാണെ തന്നെ ഇവർക്ക് എന്നാന്നേ, നാട്ടുകാർക്ക് തന്നെ പ്രശ്നം. പോയതല്ലേ. ഇത്രയും വലിയൊരു സ്വയം സെലിബ്രിറ്റി ആണെന്ന് പറയുന്ന രേണു ഞാൻ സ്വയം പറഞ്ഞിട്ടില്ല, ഞാൻ ഇന്ന് വരെ സ്വയം സെലിബ്രിറ്റി ആണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞിട്ടില്ലേ? ഞങ്ങള് സെലിബ്രിറ്റി എന്ന് പറഞ്ഞ സെലിബ്രിറ്റിയുടെ അർത്ഥം എന്താണ്? പ്രശസ്ത. ഒരു സ്ഥലത്ത് എന്നാൽ തിരിച്ചറിയുന്ന ഒരാളാണ് സെലിബ്രിറ്റി, അല്ലാതെ അതിൽ കൂടുതൽ എന്താണ് സെലിബ്രിറ്റിക്ക് അർത്ഥം? അങ്ങനെ ഒരു സ്ഥലത്ത് പോയ 4 ആൾക്കാർ തിരിച്ചറിയുന്ന രേണു ചേച്ചി ഇപ്പം രേണു ചേച്ചിനെ കണ്ട് ഇൻസ്പയർഡ് ആവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഫ്രണ്ടില് ഇങ്ങനെ ഇത്തരത്തിലുള്ള പൈസ വാങ്ങിച്ചാണെങ്കിൽ പ്രൊമോഷന് പോയിട്ട് മാന്യമായിട്ട് പ്രൊമോഷൻ ചെയ്ത് തിരിച്ചു വരാം. മാന്യമായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതാണ് അവിടെ ഡാൻസ് ചെയ്തത്. ഗസ്റ്റ് പറയും രേണു സുധി ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കും. ഡാൻസ് ഒരിക്കലും തെറ്റില്ല. പിന്നെ കള്ളു കുടിച്ച് ഡാൻസ് കളിച്ച്, അത് രണ്ടും രണ്ടാണ്. കാരണം കള്ളു കുടിക്കുന്ന പരിമല ചെരുവിൽ എന്ന് പറഞ്ഞ പാട്ട്, അതിൽ ഉർവശി ചേച്ചി കള്ളു കുടിക്കുന്നതായിട്ട് അഭിനയിക്കുന്നില്ലേ? അതുപോലെ ഞാൻ അഭിനയിച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്തു, അതിനെന്താണ് തെറ്റ്? അപ്പൊ ചേച്ചി അഭിനയിച്ചത് ഏറ്റവും നന്നായിട്ടാണ് ചേച്ചി ചെയ്തത്. ഞാൻ അതല്ല, റീലായിട്ട് അവര് പറഞ്ഞു, ആ ഒരു പാപ്പിലോന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട്, അതായത് കള്ളു കുടിക്കുന്ന പോലെ അഭിനയിച്ചു, ഞാൻ ഡാൻസ് ചെയ്തു. അതെനിക്ക് ഒരു വൾഗാരിറ്റിയും തോന്നിയിട്ടില്ല, ഒരു തെറ്റായിട്ടും തോന്നിയില്ല. ഞാൻ എന്റെ ജോലിയാണ് അവിടെ ചെയ്തത്. അപ്പൊ അതൊരു ഗസ്റ്റ് എന്ന രീതിയിൽ അത് ശരിയായി? ഗസ്റ്റ് എന്ന രീതിയിൽ ശരിയാണ്, കാരണം പരസ്യത്തിന് വേണ്ടിയല്ലേ പോയത്. അവരുടെ പരസ്യം എനിക്ക് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ അവരുടെ പ്രൊമോഷൻ ചെയ്യാൻ എഗ്രിമെന്റോട് കൂടി പോയെങ്കിൽ ഞാൻ അവിടെ ചെയ്തിരിക്കണം. അതിനകത്ത് എനിക്കൊരു തെറ്റായിട്ടും തോന്നിയിട്ടില്ല. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എന്റെ മൂത്ത മകൻ, ഇളയത് കുഞ്ഞാണ്, എന്റെ വീട്ടുകാർ. അവരോട് സംസാരിച്ചിട്ടാണ് ഞാൻ എന്ത് ഷൂട്ട് ചെയ്താലും ചെയ്യുന്നത്. മൂത്ത മകനൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാനാണ്? അടിപൊളിയാന്ന് പറഞ്ഞു. അമ്മ അടിപൊളി, നല്ല അടിപൊളി. ഞാൻ എന്തുണ്ടെങ്കിലും അവന്റെ അടുത്ത് സംസാരിക്കും. അവൻ പറഞ്ഞ അമ്മയുടെ ഇഷ്ടം എന്തായാലും അമ്മ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ അവൻ എന്ത് പറയാനാണ്? ഇതൊക്കെ എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണ് എന്ന് സമാധാനം എന്നാണ് പല. സുധിച്ചേട്ടന് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് കമന്റുകൾ പറയുന്നത് അവര് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട്? ഞാൻ സുധിച്ചേട്ടൻ മരിച്ചുപോയ ആളാണ് അല്ലെ, ഇന്നും എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ആളാണ് സുധിച്ചേട്ടൻ. മറ്റുള്ളവരുടെ മനസ്സിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉള്ളില് സ്വാഭാവികമായിട്ട്, അതായത് നമ്മൾ ഒരു സത്യം എന്ന് പറയുന്ന ആള് മരിച്ചുപോയതാണ്, പക്ഷെ എന്റെ ഉള്ളിൽ ഇന്നും ജീവിക്കുന്നു. ഞാൻ ഈ സുധിച്ചേട്ടന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കമന്റോളുകളല്ലേ പറയുന്നത്. ഞാൻ ജീവിക്കുന്ന എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, മനസ്സിലായല്ല? സുധിച്ചേട്ടന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രൊമോഷൻ ചെയ്തതും പൈസ മേടിക്കുന്നതും. പൈസ ഓരോ പ്രൊമോഷനും അല്ലെങ്കിൽ ഓരോ വർക്കിന് കിട്ടുന്ന പൈസ 2 മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കുന്നുണ്ട്. അതാണ് എന്റെ കർത്തവ്യം. ഓക്കെ, അത്തരത്തില് പ്രൊമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കി മക്കളെ നോക്കി എല്ലാരും അത്തരത്തിലുള്ള പ്രൊമോഷൻസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്. പൈസ ഉണ്ടാക്കുന്നത് മക്കളെ നോക്കാനാണ്. അതെ, അങ്ങനെ മക്കളെ നോക്കാൻ പൈസ ഉണ്ടാക്കുന്ന രേണു ചേച്ചി ബിഗ് ബോസിൽ പോയിട്ട് ദിവസവും പേയ്മെന്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വീക്ക്ലി പേയ്മെന്റ് ദിവസം അല്ലെങ്കിൽ വീക്ക്ലി പേയ്മെന്റ് കിട്ടുന്ന ഒരു പ്രോഗ്രാം ആണല്ലോ ബിഗ് ബോസ്, അല്ലെങ്കിൽ മന്ത്ലി പേയ്മെന്റ് കിട്ടുന്ന പ്രോഗ്രാം ആണല്ലോ ബിഗ് ബോസ്. എന്തുകൊണ്ട് വാക്കൗട്ട് ചെയ്തതാണ്? എന്തുകൊണ്ട് കുറച്ച് നാളും കൂടി നിന്നാൽ അത് വീണ്ടും പൈസ കിട്ടുമായിരുന്നല്ലോ? ഓക്കെ, ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ എനിക്ക് വാക്കൗട്ട് ചെയ്യാൻ കാരണം? ഇപ്പൊ ദുബായിൽ പോയിട്ട് പൈസയുടെ കാര്യം പറഞ്ഞു, ഞാൻ സ്ഥിരം എന്റെ മക്കളെ ഫോൺ വിളിക്കുമായിരുന്നു, ഇല്ലേ, വീഡിയോ കോൾ ചെയ്യുമായിരുന്നു, അവരുടെ അടുത്ത് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, ആശയവിനിമയം നടത്തുമായിരുന്നു, എന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ വിളിക്കുമായിരുന്നു. ഇതൊന്നും ബിഗ് ബോസിൽ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്തു, എന്റെ മൈൻഡ് ശരിയല്ല. ഓക്കെ, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന രേണു ചേച്ചിക്ക് ബിഗ് ബോസിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. നല്ല എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്, 1 വീക്കിൽ കിട്ടുന്നുണ്ടായിരുന്നു. കുറച്ച് നാളും കൂടി പിടിച്ചു നിന്നാൽ കുറച്ചും കൂടി എമൗണ്ട്. ഞാൻ എന്റെ പേഴ്സണൽ, ഇപ്പം ആമിനെ അല്ലല്ലോ അവിടെ പിടിച്ചിരിക്കുന്നത്, ഞാനല്ലേ പിടിച്ചിരിക്കേണ്ടത്. എനിക്ക് പറ്റിയില്ല, എനിക്ക് ഹെൽത്തും എന്റെ മൈൻഡും ശരിയായിട്ടില്ല. എന്റെ മക്കളെ എന്നും എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം, വിളിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. സോ ആ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെ എനിക്ക് മക്കളെ കാണണം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ഞാനത് ഇറങ്ങി. അത് എന്റെ മക്കളുടെ മിസ്സിംഗ് മാറുമോ? എന്തോന്ന്? വീഡിയോ കോൾ ചെയ്യുമ്പോൾ മക്കൾ തീർച്ചയായിട്ടും മാറും. എന്റെ പേഴ്സണൽ ആസ് എ പേഴ്സൺ എന്ന ഒരു അമ്മ എന്ന നിലയ്ക്ക് വീഡിയോ കോൾ, എത്രയോ പേര് ദുബായിലും ബഹ്റിലും ഒക്കെ 2-3 വർഷം അമേരിക്കയിലും ഒക്കെ പോയി നിൽക്കുന്ന ഒരുപാട് പ്രവാസികളില്ലേ, അവരൊക്കെ മക്കളെ പൊടി കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണല്ലോ പോകുന്നത്. അവർ വീഡിയോ കോൾ ചെയ്ത് അവരുടെ വിഷമം മാറും, അതുപോലെ എന്റെ വിഷമം മാറും. ഈ ബിഗ് ബോസിൽ നിന്ന് വീക്ക്ലി ആണ് പേയ്മെന്റ് എന്ന് പറഞ്ഞു, എത്ര രൂപ കിട്ടും? അത് പറയാൻ പറ്റത്തില്ല, പേഴ്സണലി ആണ്, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഈവൻ അത് നമ്മുടെ ഡോക്ടർ റോബിൻ വരെ പറഞ്ഞു. ഡോക്ടർ റോബിൻ പറഞ്ഞോട്ടെ, അത് അദ്ദേഹമല്ലേ പറയുന്നത്, ഞാൻ രേണുസുതി അല്ലേ, രേണുസുതി പറയുന്നില്ല. അല്ല, പലരും 1 ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ 50,000 പറഞ്ഞോട്ടെ, എനിക്കറിയാം, എന്നെ അറിയാവുന്നവർക്കും അറിയാം എന്റെ എത്ര രൂപ പേയ്മെന്റ് എന്ന്. എനിക്കതിപ്പോ പുറത്ത് പറയാൻ പറ്റത്തില്ല.
അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നീട് വൈറൽ ഏതായാലും 1 ലക്ഷം ഒന്നുമില്ല, 50,000 ഇല്ല. അതിനുശേഷം വൈറലാവുന്നത് ഒരു അറബിയുമായിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. രേണുസുതി കേരളത്തിൽ നിന്ന് ആളെ കിട്ടാത്തത് കൊണ്ടാണോ ദുബായിലേക്ക് പോയത്, അറബികളുമായിട്ട് പോയത് എന്നാണ് പലരും ചോദിക്കുന്നത്. ചോദിക്കട്ടെ, പലരും ചോദിക്കട്ടെ, പലരും ചോദിക്കൂ, എനിക്ക് വിഷയമല്ല. അതെന്താണ് ഞാൻ പറയേണ്ടത്? അറബിയുടെ കാര്യമാണോ പറയേണ്ടത്, ആ ഫോട്ടോയുടെ എന്താ പറയാ കാര്യമാണോ പറയേണ്ടത്? അറബിയുടെ കാര്യം. ഓക്കെ, അത് ഞാൻ പാപ്പിലോൺ റെസ്റ്റോറന്റിൽ നമ്മള് പ്രൊമോഷന് പോയതല്ലേ, അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം അവിടെ വരുന്നതാണ്, ഫുഡൊക്കെ കഴിക്കാൻ വരുന്നതാണ്. അപ്പം ഞാനിങ്ങനെ അപ്പൊ ആള് നോക്കുമ്പോഴത്തേന് കുറെ മലയാളീസ് ഒക്കെ വന്നിട്ട് എനിക്ക് നമ്മൾ സെൽഫി എടുക്കണേ, ചേച്ചി എന്ന് പറഞ്ഞ് സ്നേഹിച്ച് സെൽഫി എടുക്കുന്നുണ്ട്. സ്റ്റാഫിനോട് ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചു. ആൾക്കറിയില്ലല്ലോ, ആളൊരു സൗദി അറേബ്യയിലെ അറബിയാണ്. അപ്പൊ പറഞ്ഞു ഇന്ന പോലെ രേണുസുതി എന്നാ പേര്, സെലിബ്രേറ്റ് ചെയ്യാം, മലയാളം സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഞാനും കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്തു. എനിക്ക് അവരുടെ ഫോണിലാണ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. എന്തായാലും ഞാൻ അത് സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇട്ടു. അതാണ് സംഭവിച്ചത്. പിന്നെ അറബി കയറി വൈറലായി, പുതിയ ജീവിതം തുടങ്ങി എന്നൊക്കെ പറയാം. കമന്റ്സ് ഒന്നും ഞാൻ വായിച്ചില്ല, ചിലത് മാത്രം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഒരെണ്ണം കണ്ടു, പുതിയ ജീവിതം തുടങ്ങി എന്നൊക്കെ. അതെ, രേണുസുതി ദുബായി പോയി അറബിയെ കെട്ടി കേരളം. അങ്ങനെയാണ് എന്ത് കേരളത്തിലെ ആൾക്കാർ ശല്യം ഒഴിഞ്ഞു പോയി. അതാ ഞാൻ പറഞ്ഞത്. അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ആരും കരുതണ്ട, കേരളത്തിൽ നിന്ന് രേണുസുതി ഒഴിഞ്ഞു പോകത്തില്ല. ആ ശല്യം എന്നും ഇവിടെ നിലനിൽക്കും. ആ പറഞ്ഞവരോടാ ഞാൻ പറയുന്നത്. സമാധാനം ഇല്ലല്ലോ, സമാധാനം കൊടുക്കത്തില്ല. എന്നെ ശല്യം എന്ന് പറഞ്ഞവരുടെ സമാധാനം കൊടുക്കുക. ഡെയിലി 10 റീലും 10 പ്രൊമോഷനും അനുഭവിച്ചോ. അതുപോലെ തന്നെ ഒരു ആഫ്രിക്കക്കാരന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് എന്റെ ആഫ്രിക്കൻ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിട്ടിട്ടുണ്ടായിരുന്നു. അതിനും ഒരുപാട് മോശം കമന്റ്സ് ആണ് പുറത്തു വരുന്നത്. അതിന് തിരിച്ച് ഞാൻ 2-3 എണ്ണത്തിന് നല്ല കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കാൻ പോയില്ല, എനിക്ക് സമയമില്ലായിരുന്നു. എന്തുവായിരുന്നു അത്? ആഫ്രിക്കക്കാരൻ നമ്മുടെ ബൗഞ്ചേഴ്സിലെ ആളാണ്, നമ്മുടെ പാപ്പിലോണിലെ. അപ്പൊ അദ്ദേഹം എന്താ പറയാ, നല്ല ഫ്രണ്ടാണ്, എന്നും കാണും, സംസാരിക്കും. നമുക്ക് മുറി ഇംഗ്ലീഷിലാണെങ്കിലും പറഞ്ഞു ഞാൻ ഫലിപ്പിക്കും. എന്തായാലും ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹം. അപ്പൊ ആളുടെ പേര് മിക്കി എന്നാണ് പേര്. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞാ വൈറലായി സംഭവം 1 മില്യൺ ഒക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ എന്നോട് അവൻ പറഞ്ഞത്, നിനക്ക് ഇൻസ്റ്റയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 50-50 എനിക്ക് തരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ. ഇനിയിപ്പോ അവിടെ ചെല്ലുമ്പോൾ അവൻ വരുമാനം ചോദിക്കും, എന്നാ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇൻസ്റ്റയിൽ നിന്ന് പൈസ കിട്ടത്തില്ല, ഞാൻ എങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. ചേച്ചിക്ക് ഒരു ഗോൾഡൻ വിസ കിട്ടുമോ? കിട്ടട്ടെ, കിട്ടിയാൽ നല്ല കാര്യല്ലേ. അമേരിക്കയിൽ പോകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അമേരിക്കയിൽ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ സന്തോഷമല്ലേ, അതൊക്കെ എന്ത് സന്തോഷമാണ്. അതൊക്കെ ആ നിമിഷം ഭയങ്കര സന്തോഷം. ചാൻസ് ഉണ്ടെങ്കിൽ അത്ര നല്ല. ദൈവമേ എത്രയും വേണം അമേരിക്കയിൽ പോകാനുള്ള ചാൻസ് എനിക്ക് തരണേന്നേ ഉള്ളൂ പ്രാർത്ഥന. അപ്പോഴും നമ്മുടെ കേരളത്തിലെ ആൾക്കാർ പറയുന്നത് ഇവിടെ നിന്ന് പോയി തരുമെന്ന്. എല്ലാരും ഇല്ല, ഒരു പറ്റം പോയി തരുമെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് വീണ്ടും തിരിച്ചു വരും, അനുഭവിച്ചു. അത്രേ ഉള്ളവരോട്. ഓക്കെ, ഇനി ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി ചിന്തിക്കാതിരുന്നുകൂടാന്നില്ല. ചിലപ്പം ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഇതുവരെ ഇപ്പൊ ഈ ഇരിക്കുന്ന നിമിഷം വരെ എന്തായാലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന നിമിഷം ഇനി മുന്നോട്ട് എന്താന്ന് എനിക്ക് ഞാൻ എന്നും പറയുന്നില്ല. മുന്നോട്ട് ചിലപ്പോൾ ചിന്തിക്കാതിരിക്കാം. എന്തായാലും കുറെ പ്രപ്പോസൽസ് ഒക്കെ വന്നായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ അങ്ങോട്ട് നോക്കി, മുഖത്ത് നോക്കി പ്രപ്പോസൽ ചെയ്യുന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയും, കുറച്ച് ഞാൻ പറയുന്ന എമൗണ്ട് എന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് എന്റെ മക്കളുടെ അക്കൗണ്ടിൽ ഇട്ടാ വേണം എന്റെ കല്യാണം കഴിക്കാൻ. ഒരു പൈസക്കാരനെയാണോ കിട്ടാൻ നോക്കുന്നത്? അങ്ങനെയല്ല, ഞാൻ തമാശ രീതി പറഞ്ഞാണ്. വേണമെങ്കിൽ നമുക്ക് നോക്കാം. പൈസക്കാരനാകുമ്പോ എനിക്ക് ഓടി നടക്കണ്ടല്ലോ, എനിക്ക് തെറിയൊന്നും കേൾക്കണ്ടല്ലോ, ഞാൻ വീട്ടിൽ ഇരുന്നാ പോരെ, അദ്ദേഹം കാശുണ്ടാക്കിയ. അത്തരത്തിലൊരു പണക്കാരൻ വന്ന് ചേച്ചിയെ രേണു ചേച്ചിയെ കെട്ടുകയാണെങ്കിൽ ചേച്ചി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പരിപാടിയൊക്കെ നിർത്തുവോ? അതാലോചിക്കണം. അപ്പോഴും രേണു ചേച്ചിക്ക് അതിന് സാധിക്കുമോ? എനിക്ക് സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല, ആലോചിക്കണം. ഓക്കെ, അങ്ങനെ സംഭവം ഉണ്ടാകത്തില്ല. ഞാൻ നാളെ ഒരാള് കെട്ടാമെന്ന് പറഞ്ഞ് വരികയാണ്, ചേച്ചിക്ക് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾ കെട്ടുകയാണ്. അപ്പം പുള്ളിക്കാരൻ കല്യാണത്തിന് ശേഷം പറയാണ്, രേണു ഇതൊക്കെ നിർത്തിക്കോ, എനിക്കിതിനൊന്നും താല്പര്യമില്ലെന്ന് പറയുകയാണെങ്കിൽ അയാൾ ഡിവോഴ്സ് ചെയ്യും. അദ്ദേഹത്തെ ഡിവോഴ്സ് ചെയ്യുമെന്നോ? ഞാൻ കെട്ടിയില്ല, ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഗസ് ചെയ്യുവാണ്. ഇല്ല, ഡിവോഴ്സ് ചെയ്തില്ല. അദ്ദേഹം എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അയാളെ ഡിവോഴ്സ് ചെയ്യുന്നത്? എന്റെ ആവശ്യമില്ല. അപ്പം പുള്ളി പറയുന്നത് ഇതൊക്കെ നിർത്തും. തീർച്ചയായിട്ടും നിർത്തി വീട്ടിയിരിക്കും. പക്ഷെ പിള്ളേരുടെ എന്റെ കാര്യം നോക്കണം. അതാരാണേലും അതിനെ പറഞ്ഞ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഞങ്ങളുടെ 3 പേരുടെ പേരിൽ ഇട്ടാൽ മാത്രമേ കെട്ടത്തുള്ളത്. ഞാൻ പറഞ്ഞു. ഇപ്പൊ ആരെങ്കിലും മനസ്സിലുണ്ടോ ചേച്ചി? ഇല്ല, ആരുമില്ല മനസ്സിൽ. ഇപ്പൊ സുധിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ മനസ്സിൽ. സർവവും സുധിച്ചേട്ടൻ. അപ്പൊ ചേച്ചി ഇങ്ങനെ ഒരാളെ കെട്ടുകയാണെങ്കിൽ സുധിച്ചേട്ടൻ ഹാപ്പി ആയിരിക്കുമോ? അതെനിക്ക് എങ്ങനെ അറിയുന്നത് സുധിച്ചേട്ടൻ ഹാപ്പി? പക്ഷേ എന്റെ സന്തോഷമാണ് സുധിച്ചേട്ടൻ സന്തോഷം. ഞാൻ ഹാപ്പി ആണെങ്കിൽ സുധിച്ചേട്ടൻ ഹാപ്പിയാണ്, ഞാൻ സാഡ് ആണെങ്കിൽ സുധിച്ചേട്ടൻ സാഡാണ്. അതെനിക്കറിയാം. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, ബിഗ് ബോസിന്റെ ഫിനാലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ച് ഉടനെ വിളിക്കും.
വിളിക്കുമെന്നാണ് അറിവ്. കൺഫേം ആയിട്ടില്ല, വിളിക്കുമായിരിക്കുമല്ലോ എന്തായാലും. പോയ കണ്ടസ്റ്റൻസ് എല്ലാം, അതായത് എവിക്റ്റ് ആയവർ, ഞാൻ എവിക്റ്റ് ആയില്ല, വോക്കൗട്ട് ആയതാണ്, എങ്കിൽ പോലും ഞാൻ എവിക്റ്റ് ആയതാണ്. അപ്പൊ അവരെല്ലാം വിളിക്കുമല്ലോ, ആ കൂട്ടത്തിൽ തന്നെ വിളിക്കുമായിരിക്കും. വിളിച്ചാൽ സന്തോഷം. പോകുന്നുണ്ടോ അപ്പം? വിളിച്ചാൽ എന്തായാലും പോണമല്ലോ. ഒരു 7-8 ദിവസം അല്ലേ ഉള്ളൂ അവിടെ, അപ്പം പിന്നെ പോണമല്ലോ. അത്രയും ദിവസം 35 ദിവസം വീട്ടുകാരെ കാണാതെ പിള്ളേരെ കാണാതെ ഫോണുമില്ലാതെ നിൽക്കാമെങ്കിൽ 7-8 ദിവസം നിന്നാൽ കുഴപ്പമില്ലല്ലോ. ഇത്രയും ദിവസത്തെ ഇപ്പൊ ലാസ്റ്റ് കുറച്ച് ഇനി ഒരു 2 ആഴ്ച കൂടിയല്ലേ ബാക്കിയുള്ളൂ ഉള്ളെന്ന് തോന്നുന്നു. 9-10 ഓക്കെ, ആ ആഴ്ചയില് ഇത്രയും കണ്ടിട്ട് ഇനി ആരാണ് വിന്നർ ആകും എന്ന് തോന്നുന്നുണ്ടോ ആരെങ്കിലും? എനിക്ക് എന്റെ പേഴ്സണൽ ആഗ്രഹം അനീഷാണ്. പേഴ്സണലി എനിക്ക് അനീഷിനെ ഇഷ്ടമാണ്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓരോ കമന്റ്സിലൂടെ ഇനിയിപ്പൊ അനീഷ് തിരിച്ചു വന്നിട്ട് എന്നെ പറപ്പിക്കും പോയി, താൻ എന്തിനാ എന്നെ ഇഷ്ടം. ഒന്നുമല്ല അനീഷെ, ക്ഷമിക്കാൻ, ഞാൻ ഒരു ഗെയിമർ എന്ന നിലയിലാണ് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, അല്ലാതെ പേഴ്സണലായിട്ട് തന്നെ ഇഷ്ടമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് അനീഷ് ദേഷ്യമാണ് ഒന്നാമത്തെ കാര്യം, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ. അതുകൊണ്ടാണ് അനീഷെ, സോറി, താനൊരു നല്ല ഗെയിമറാണ്, അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. വേറൊരു രീതിയിൽ താൻ തെറ്റിദ്ധരിക്കരുത്. വെറുതെ എന്തിനാ ആ ചെറുക്കനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, എന്നെ ഓടിക്കുക ചെറുക്കൻ. അപ്പം എന്തായാലും സന്തോഷം, അവൻ വിന്നർ ആയെങ്കിൽ സന്തോഷമേ ഉള്ളൂ. പിന്നെ ആര് വിന്നർ ആയാലും നല്ലൊരു ഗെയിമർ വിന്നർ ആവട്ടെ ആശംസിക്കുന്നു. എന്നാൽ ടോപ്പ് 5 ഇനി വരും എന്ന് തോന്നുന്നവരൊക്കെയാ? അനു, അനീഷ്, അക്ബർ, ഷാനവാസിക്ക, നൂറ. അത് തന്നെയാണ്. യെസ്, എന്റെ മനസ്സിലതാണ്. ഈ പോകെ ബിഗ് ബോസ് കാണാറില്ലേ? സമയം എവിടെയാണ് കുട്ടി ബിഗ് ബോസ് കാണാൻ? ഞാൻ കാണാൻ ശ്രമിക്കുന്നു. നടക്കല്ലേ? യെസ്, ഇങ്ങനെ നാളെ ഇന്ത്യയിലാണ്, മറ്റന്നാൾ അമേരിക്ക, പിന്നെ കാട്ടാക്കടയാണെങ്കിൽ നാളെ ദുബായ്, അങ്ങനെ അങ്ങ് പോവല്ലേ. ലൈഫ് ചേഞ്ച്, ബട്ട് ചേഞ്ച്. ഒരാൾ ഇത്രയൊക്കെ ചേഞ്ച് ആവുക എന്ന് പറഞ്ഞാൽ ഇപ്പം കാണാനും ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് മുമ്പത്തെക്കാളും. ഇനി പല്ലും കൂടെ വെക്കണം, ബാക്കി ഇനിയും കണ്ടോണം. പല്ല് വെക്കാനുള്ള എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ബഹറിലോട്ട് പോകുന്ന ട്രിപ്പ് വന്നത്. എന്നാലും ബഹറിനൊക്കെ പോയിട്ട് തിരിച്ചൊരു പല്ലൊക്കെ റെഡി ആക്കണം. ഇനി കുറച്ചും കൂടെ, എന്നിട്ട് നമുക്ക് പറയാം സുന്ദരിയായോ ഇല്ലയോ എന്ന്. മറ്റേ പേനിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയായിരുന്നോ? പേനിന്റെ പ്രശ്നം, പേൻ എന്തോന്ന് അറിയാലോ എല്ലാവർക്കും. എല്ലാരും മലയാളീസ് എന്തായാലും ഇങ്ങനെ ചൊറിയല്ലേ പേൻ. ഒരു ഇപ്പൊ എന്റെ ഇപ്പൊ തൊട്ടടുത്തല്ലേ നിങ്ങൾ ഇരിക്കുന്നത്, ഏതേലും ഒരു പേന നിങ്ങൾ കണ്ടായിരുന്നു? ഇല്ലല്ലോ. എന്തേലും ഇതിലെ ഇങ്ങനെ ഇറങ്ങാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമാണെന്ന് കൂട്ടിയാൽ പോലെ. ഞാൻ എന്റെ ആറ്റിറ്റ്യൂഡ്, ഇപ്പം ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ ഇതാണ് എന്റെ ട്രോളന്മാര് ചെയ്യുന്ന ഇതാണ് അല്ലേ, ഇങ്ങനെയൊക്കെ വെച്ച ഏതാ രണാസുനെയൊക്കെ. സോ ഞാൻ ഇങ്ങനെ വന്ന് നമ്മൾ എന്തായാലും വീട്ടിലൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എപ്പോഴും. അല്ലാതെ ഇങ്ങനെ സിന്താബാ കളിച്ച് പേനിറങ്ങി വന്നെന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ്? അപ്പൊ ഞാനും ആ ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാനും ഓക്കെ. പിന്നെ ഈ ഒരു വെപ്പൊക്കെ ഉള്ളതാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. നമ്മളെ വീട്ടിൽ ഇരുന്നാലും നമുക്ക്, അതായത് അത് എന്റെ ഒറിജിനൽ സ്വഭാവമാണ്. ഞാനൊരു മുഖംമൂടി ഇട്ടല്ല ബിഗ് ബോസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം റീൽ സുതി കട്ടിൽ വെച്ച് പേൻ കൊല്ലുന്നത് കണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും, 24 മണിക്കൂർ കാണിക്കുന്നത്. അത് ഇത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ. നമ്മളാരെയും കൊന്നൊന്നും അല്ലല്ലോ അവിടെ നിന്ന്, അല്ലെങ്കിൽ വേറെ വൃത്തികേട് കാണിച്ചൊന്നും അല്ലോ പബ്ലിക്കായിട്ട്. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ, അത് സ്വാഭാവികം. അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. നമ്മൾ വീട്ടിലെ പോലെ, അതായത് ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ ഒരാളാണ് എന്റെ മുഖം മൂടിയാന്ന് വെക്കാം. ഞാൻ കണ്ടതാണ് ഒരു റീല്, രേണുസുതി കട്ടിലെ വെച്ച് പേൻ കൊല്ലുന്ന കണ്ടു. അതിനെന്താണ്? അതിന് ഇങ്ങനെ വെച്ച് പേനയല്ലേ കൊന്ന, അനോക്കോണ്ടെ പിടിച്ചൊന്നും അല്ല കൊന്നത്. പേനയാണെങ്കിൽ പിന്നെ അങ്ങ് കമന്റ് ആയിരുന്നു, ഇവള് പേൻ എന്നാന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടുത്തെ കുറച്ച് കമന്റ് ഓടികൾക്ക് പേൻ എന്നാന്ന് അറിയത്തില്ല. കോല് വെച്ചാൽ മതി, ഇവറ്റ കണ്ടതല്ലേ കോലെ കയറി കളിക്കും പേൻ. എന്നിട്ട് എന്നെ പറയാൻ പറ്റും, ഓരോറ്റ പേനെ കാണിച്ചു തരട്ടെ, 1000 രൂപ ഞാൻ തരാന്ന് പറഞ്ഞു. എല്ലാം ട്രീറ്റ് ഇന്ന് പോയി റീസർവീസ് ചെയ്ത് റൂമിൽ പോയിട്ട്. ഞാൻ ചോദിക്കാൻ വന്ന കാര്യം, ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത അവിടെ തന്നെ റൂമിൽ പോയി? തീർച്ചയായിട്ടും ഇന്ന് പോയിട്ട്, ഞാൻ അതാ ലേറ്റ് ആയത്. ഇന്ന് പോയി 3 മാസം കൂടി നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസമോ 4 മാസത്തിനകത്ത് നമ്മൾ റീ സർവീസ് ചെയ്യണം. ഇന്ന് പോയി അതും ചെയ്തു. അതുപോലെ സ്കിൻ വൈറ്റനിങ്ങിന്റെ സെക്കൻഡ് സെറ്റിങ്സും ചെയ്തു. അതുപോലെ ഒരു ഗ്ലൂട്ടൈൻ കൂടെ എടുത്തിട്ടാണ് വന്നത്. എല്ലാരും പറയും, ഇതിന് മുന്നേ പറഞ്ഞു ഗ്ലൂട്ട എടുത്തില്ല. ഞാൻ ഇന്ന് വരെ എടുത്തില്ല. പക്ഷെ അപ്പൊ എനിക്കൊരു വാശി, എന്തായാലും എടുക്കാമല്ലോ. ഇനിയിപ്പോ എടുത്തില്ലെന്ന് പറയത്തില്ലോ, എന്തായാലും ഒരു സെറ്റിങ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് 2-3 ആഴ്ച കഴിയുമ്പോൾ റിസൾട്ട് അറിയത്തുള്ളൂ. മുമ്പ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് ദിവസം കുളിക്കാൻ പാടില്ല എന്നായിരുന്നു ചേച്ചി പറഞ്ഞിരുന്നത്. അങ്ങനെയല്ല, ഞാനത് തിരുത്തി പറയാം. അതായത് ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് ഹെയർ വാഷ് ചെയ്യാം, ഷാമ്പു യൂസ് ചെയ്യാം. പക്ഷേ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യാം. ഞാനൊരു കാര്യം, എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് ചില ആളുകൾ സ്ഥിരം തല കഴുകാത്തവർ, ഞാൻ സ്ഥിരം ഒന്നും തല കഴുകത്തില്ല. വേറെ ഒന്നും കൂടെ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് തല കഴുകാൻ സ്ഥിരം. ഇപ്പം ബിഗ് ബോസ് നടക്കുന്ന സ്ഥലം നമ്മുടെ സ്ഥലമല്ല, അല്ലല്ലോ, നമ്മുടെ സംസ്ഥാനമേ അല്ല. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേന് വെള്ളം മാറി കുളിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ വെള്ളം മാറി നമ്മുടെ തല കുളിച്ച് എന്തായാലും നമുക്ക് അസുഖം വരും. ഒന്നാമത്തെ കാര്യം, സൈഡിൽ കൂടെ എനിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ജലദോഷം പിടിക്കുന്ന ഞാനാണ്. സോ അതുകൊണ്ടാണ് ഞാൻ
ആഴ്ചയിലോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ തല കഴുകിക്കൊണ്ടിരുന്നത്. അല്ലാതെ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ തല കഴുകരുതെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എക്സ്റ്റൻഷൻ വെച്ചാൽ ഡെയിലി തല കഴുകാം. ഒരു മുമ്പത്തെ ഇന്റർവ്യൂ അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. എന്റെ പേഴ്സണൽ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് പോയത് ഫസ്റ്റ്. മനസ്സിലായോ? അപ്പൊ എന്നെ സംബന്ധിച്ച് എക്സ്റ്റൻഷൻ ഉണ്ട്. പിന്നെ എന്റെ ഡെയിലി ഞാൻ തല കഴുകി. ഇപ്പൊ എക്സ്റ്റൻഷൻ വെച്ചാലും വെച്ചില്ലേലും ഞാൻ തല കഴുകത്തില്ല ഡെയിലി. എനിക്കത് തോന്നണം. ദേഹം കുളിച്ചാൽ മുടി കെട്ടി വെച്ചിട്ട് ദേഹം കുളിക്കും, തല നനയ്ക്കത്തില്ല. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞ നാട്ടിലെ വെള്ളമല്ല അവിടെ. അപ്പം പിന്നെ ഞാൻ തല ഡെയിലി കുളിച്ചില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാൻ ഒന്നുകൂടി പറയാണ്, എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി തല കഴുകുന്നതിന് കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ പറഞ്ഞാണ്. എനിക്ക് ജലദോഷവും കാര്യങ്ങളും എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് തോന്നിയില്ല ഡെയിലി തല കഴുകാൻ. എനിക്ക് ചിലപ്പം ഉള്ളിൽ ചിലപ്പം പനിയോ ഇതൊക്കെ വന്നാലോ ഞാൻ കഴുകിയില്ല. വേണമെങ്കിൽ ആർക്ക് വേണ്ട ഡെയിലി തല കഴുകാം, ഷാമ്പു ഇടാം, മൈൽഡ് ഷാമ്പു ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെന്ന സീസൺ എന്ന് പറഞ്ഞാൽ സീസൺ 7 ആണ്. 7ന്റെ പണിയാണ്. നമുക്ക് ഷാമ്പൂസും കാര്യങ്ങളും നമ്മുടെ കോമ്പും ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു, ഇല്ലേ? നമ്മുടെ 23 ദിവസം കഴിഞ്ഞ് വൈൽഡ് കാർഡ് എൻട്രി വരുന്നതിന് മുന്നെയാണ് നമ്മുടെ സാധനങ്ങൾ തിങ്സ് എല്ലാം കിട്ടുന്നത്. സോ ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വലിയ കോമ്പ് ഇട്ടിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പ്രശ്നമാകും. അപ്പം നമുക്ക് കിട്ടിയ ചെറിയ കോമ്പാണ്. അതിന്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് ഞാൻ അങ്ങനെ അത് പറഞ്ഞത്. അത് ഞാൻ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ കിട്ടിയ അറിവല്ലേ? മുമ്പത്തെ ഫസ്റ്റ് ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷമുള്ള ഇന്റർവ്യൂല് അതല്ലായിരുന്നു പറഞ്ഞിരുന്നത്. എക്സ്റ്റൻഷൻ വെച്ചതുകൊണ്ട് തന്നെ ദിവസം കുളിക്കാൻ പറ്റില്ല, കുളിക്കരുതെന്ന്. അത് എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇനി ചിലപ്പോ എനിക്ക് തോന്നുന്നു എന്നും ഡെയിലി കുളിക്കാം. അത് എന്റെ നാട്ടിലാണ്. ഈ ബിഗ് ബോസ് സീസൺ 7 അല്ലെങ്കിൽ ബിഗ് ബോസ് നടക്കുന്ന വേറെ നാട്ടിലാണ്. മനസ്സിലായോ? അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. കുളിക്കാൻ ഞാൻ ദേഹം ചിലപ്പോ ഞാൻ ഒരു 5 ദിവസം കുളിക്കാറുണ്ട്. അത് എന്റെ ഇഷ്ടമാണ്, എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മുടെ കിച്ചു പുതിയ കാർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതെ, എടുത്തിട്ടുണ്ട്. കിച്ചുവിന് ഭയങ്കര പക്വത വെച്ചതുപോലെ തോന്നുന്നുണ്ടോ? കിച്ചുവിന് ഓൾറെഡി പക്വത ഉണ്ട്, എന്നെക്കാളും പക്വതയാണ് കിച്ചുവിന്. കാര്യങ്ങൾ സീരിയസ് ആയിട്ടാണ് കിച്ചു. അത് ഇന്നല്ല, അവൻ വർഷങ്ങൾക്ക് മുന്നേ പക്വതയുള്ള കുട്ടിയാണ്. അപ്പൊ റിതപ്പന് ഒരു അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് കിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷമല്ലേ? നല്ല കാര്യമല്ല. അവന് അച്ഛന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അവൻ ചേട്ടനാണ്, 14 വയസ്സിന് മൂത്താണ്. ഞാനും കിച്ചുവും 14 വയസ്സിന് ഡിഫറൻറ്റ്. ഋതപ്പനും കിച്ചുവും 14 വയസ്സിന് ഡിഫറൻറ്റ്. അപ്പം അവൻ എൻ്റെ മോനുമാണ്, കിച്ചുവിന്റെ ഋതപ്പന്റെ ചേട്ടനുമാണ്, ഋതപ്പന്റെ അച്ഛന്റെ സ്ഥാനമാണ്. രേണു ചേച്ചി ഒരു കാർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എനിക്ക് ഓൾറെഡി സൂചിച്ചാണ്ട് ഒരു കാർ എൻ്റെ പേരിലുണ്ടായിരുന്നല്ലോ, ഒരു കാറുണ്ട്. അതെന്തായാലും അതിന് കുറെ പ്രോബ്ലം ഒക്കെ വന്നിട്ട് സൂചന മരിച്ചു കഴിഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു ആ കാറിന്. എന്തായാലും ഇപ്പം ഞാൻ എടുക്കുന്നില്ല. ഇപ്പം മോൻ എടുത്തല്ലോ ഒരു കാർ. ഇപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ കാറിൽ പോകാൻ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പൊ വീട്ടിൽ ആർക്കും കാർ ഓടിക്കാൻ അറിയില്ല. മോനറിയാവുന്ന മോൻ ഇപ്പൊ കൊല്ലത്താ പഠിക്കുന്നത്, അവൻ അവധിക്കൊക്കെ വരത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് ഷൂട്ടിന് കാറിന് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ട്രെയിൻ AC ബുക്ക് ചെയ്ത് തരും, അല്ലെങ്കിൽ ബസ് AC ബുക്ക് ചെയ്ത് തരും, അത് മതി എനിക്ക്. പിന്നെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ അവര് വണ്ടിയും കൊണ്ട് വന്ന് നമ്മളെ ലൊക്കേഷനിൽ എത്തിക്കും. എനിക്കതാണ് സന്തോഷം. പണ്ടത്തെ രേണു ചേച്ചിന്റെ ഒരു റേഞ്ച് മാറിയതുപോലെ തോന്നില്ലേ? തീർച്ചയായിട്ടും ഇപ്പൊ പറയുന്ന പോലെ ട്രെയിൻ ബസ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ലോക്കലിൽ പോയി ഇടിയും കൊണ്ട് പോയിട്ടുണ്ട് രേണുസുതി. പക്ഷെ ഇപ്പൊ BB കണ്ടസ്റ്റന്റ്, ഇപ്പൊ രേണുസുതി ആരാന്ന് ചോദിച്ചവരോട് രേണുസുതി ആരാണെന്ന് പറഞ്ഞാൽ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. 1. 2, കൊച്ചിൻ സംഗമിത്രയെ പോലുള്ള വലിയൊരു നാടക സമിതിയിലെ പ്രൊഫഷണൽ നാടക സമിതിയിലെ ആർട്ടിസ്റ്റ് ആയിരുന്നു രേണുസുതി. ഇതിലെല്ലാം ഉപരി കൊല്ലം സുധി എന്ന അനശ്വര കലാകാരന്റെ വൈഫാണ് രേണുസുതി. 4ാമത്തെ കാര്യം, ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു പൊൻതൂവൽ എന്ന് വെച്ചാൽ BB7 കണ്ടസ്റ്റന്റും കൂടാണ് രേണുസുതി. ഇത്രയും കാര്യമാണ് രേണുസുതി ആരാന്ന് പറഞ്ഞവർക്കിട്ടുള്ള മറുപടി. രേണു ചേച്ചി, ഞാൻ ഓൾറെഡി ചോദിച്ചൊരു ചോദ്യമാണ്. അത് ഒരു റീല് വന്നൊരു കാര്യം ഞാൻ ജസ്റ്റ് എടുത്ത് ഒന്നും കൂടി ഒന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടി. ക്ലാരിഫിക്കേഷൻ വേണോ നിങ്ങൾക്ക്? ജസ്റ്റ് ഓഡിയൻസിന്റെ ഒരു ഇതിന് വേണ്ടി ഞാൻ ചോദിക്കാണ്. കള്ളു കുടിച്ച് ബാർ ഉദ്ഘാടനം നടത്തി രേണുസുതി എന്നാണ് കുറെ കമന്റ്സും പോസ്റ്റും. നല്ല റീച്ച് കിട്ടിക്കാണല്ലോ ഒരുപാട്. അപ്പൊ ഹാപ്പി. എന്നെ വെച്ച് ഒരാൾക്കും കൂടെ കാശുണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ആഫ്രിക്കക്കാരന്റെ കൂടെ നിന്ന ഫോട്ടോ, ആ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ കമന്റ് നീ വായിക്കരുത്, ഞാൻ ഇവിടെ ഓടേണ്ട വരും. ഇപ്പം ആഫ്രിക്കക്കാരന്റെ കൂടെ ഫോട്ടോ ഇട്ടപ്പോ അല്ലെങ്കിൽ അറബിയുടെ കൂടെ ഫോട്ടോ ഇട്ടപ്പോ പലരും പറയുന്നത് രേണു കേരളത്തിൽ നിന്ന് അവിടെ പോയിട്ട് കല്യാണം കഴിച്ചു. കേട്ടതൊന്നും സത്യമല്ല. എന്താണ് ശരിക്കും സത്യം? അറബിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം, ഞാൻ അവിടെ പാപ്പിലോൺ എന്ന് പറയുന്ന ആ റെസ്റ്റോറന്റിൽ വന്ന് ഫുഡ് കഴിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം കുറെ മലയാളീസ് വന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാരാണെന്ന് ചോദിച്ചാൽ അതൊരു മലയാള സെലിബ്രിറ്റി ആണ്. ഞാനും കൂടെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുത്തു. ഇതാണ് അതിന്റെ സത്യം. നമ്മൾ പോസ്റ്റ് ചെയ്തു, എയർ കയറി.
ഇതാണ് സത്യം. അതുപോലെ നമ്മുടെ ആഫ്രിക്കക്കാരൻ മിക്കി എന്നാണ് ആളുടെ പേര്. എനിക്ക് അറബിയുടെ പേര് എനിക്കത്. മിക്കിയുടെ നല്ല ഫ്രണ്ട്ഷിപ്പാണ്, എന്നും കാണുന്നതാണ് ആളെ. അപ്പൊ ആളുമായിട്ട് നല്ല കൂട്ടാണ്. അപ്പൊ ആളുമായിട്ട് ജസ്റ്റ് ഞാൻ ഇന്നാളെ പോവാണ്, നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഓക്കെ, ജസ്റ്റ് ഫോട്ടോ എടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പം അതിങ്ങനെ. അതിന്റെ താഴെ ഒന്ന് കുറച്ച് കമന്റ്സ് ഞാൻ വായിക്കാം, അതിന് ശരിക്കും റിപ്ലൈ കൊടുക്കാം. ഓക്കെ, ആഫ്രിക്കൻ ഫ്രണ്ട് പോലും ആ നൈറ്റ് ബാറിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ആണ് ഇവൻ എന്നാണ് ഒരു സെക്യൂരിറ്റി അല്ല, ബൗഞ്ചേഴ്സ് ആണ്. ബൗഞ്ചേഴ്സ് എന്നല്ല അവരെ പറയുന്നത്, ബൗഞ്ചേഴ്സ്. സെക്യൂരിറ്റി അല്ല കുട്ടാ. ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ നാരങ്ങ കുത്തിയ പോലെ ആവും. ആണോ? അതെന്താ ഒന്നുകൂടെ പറഞ്ഞേ? ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ വൾഗാരിറ്റിയാണെന്ന് തോന്നുന്നല്ലോ. കുന്തത്തിന്റെ മോളെ ഇതിനൊക്കെ എന്നാ പറയാ? ലുട്ടാപ്പിയുടെ കുന്തത്തിന് വരെ ലുട്ടാപ്പിയോട് ചോദിക്കും, നീ എന്നോടല്ല. എല്ലാം സുധിച്ചേട്ടന്റെ നിത്യശാന്തിക്ക് വേണ്ടി സുധിച്ചേട്ടന്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ വർഷവും പ്രാർത്ഥന നടത്തുന്നുണ്ട്. അല്ലാതെ ഈ ആഫ്രിക്കക്കാരന് ഫ്രണ്ടിന്റെ കൂടെ ഫോട്ടോ എടുത്തോണ്ട് സുധിച്ചേട്ടന്റെ നിത്യശാന്തി കിട്ടും, നീ എവിടെ നിന്ന് പഠിച്ച പാടവാടാ? കേരളത്തിൽ എല്ലാവരും കഴിഞ്ഞു, ഇനി ദുബായിൽ ബാർ ഡാൻസ്. ആരാ പറഞ്ഞ കേരളത്തിൽ എല്ലാരും കഴിഞ്ഞു? ഇനിയും ഉണ്ടടേ, വരുന്നുണ്ട്, വന്നോണ്ടിരിക്കുന്നു. ഇപ്പൊ കേരളത്തിലല്ലേ, വരുന്നുണ്ടടേ. കേരളത്തിൽ ഒരുപാട് പേരുണ്ടോ? എന്തോന്ന് കേരളത്തില് ഈ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. മനസ്സിലായി, ഉണ്ടെന്നേ, ഒരുപാട് പേരുണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട്. ആരാ പറഞ്ഞില്ല? നീയും കൂടെ ഇനി, അതായത് ഈ പറഞ്ഞ കമന്റ് ഉള്ളവനും കൂടെ ഉണ്ട്. ഓക്കെ, തൃപ്തിയായില്ലേ അവന്? ചേട്ടാ, കയ്യിൽ പല്ലി തൂങ്ങി കിടക്കുന്നു, തട്ടിക്കട. പല്ലി അല്ലടാ, രേണുസുതി ആയിരിക്കും തൂങ്ങിക്കിടക്കുന്നത് കയ്യിലേ. പല്ലി അല്ല, ഇത് രേണുസുതിയാ. മനസ്സിലായോ? അടുത്ത കമന്റ് ഇതാണ്, ആഫ്രിക്കൻ സുധിച്ചേട്ടൻ എല്ലാം പാവം സുധിച്ചേട്ടന് വേണ്ടി. ആഫ്രിക്കൻ സുധിച്ചേട്ടൻ അല്ലടാ മക്കളെ, അത് സുധിച്ചേട്ടൻ നമ്മുടെ നാട്ടിലെ സുധിച്ചേട്ടൻ, എന്റെ ഹസ്ബൻഡാണ്. സുധിച്ചേട്ടൻ മരിച്ചു പോയിട്ട് 2 വർഷം പിന്നിട്ടു. ഇത് ആഫ്രിക്കയിലെ മിക്കിയാണ് കൂട്ടാ. കുറച്ച് വെള്ളം കിട്ടിയാ കൊള്ളായിരുന്നു, കാരണം കുറച്ച് വെള്ളം കൊടുക്കും. കാരണം നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ മുന്നിൽ നമുക്ക് വല്ല അറ്റാക്ക് ഉണ്ടായി ചത്തുപോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യമല്ലേ ചേച്ചി, ഞാൻ അത് തന്നെ ഉത്തരം പറഞ്ഞു. പക്ഷെ കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുമാതിരി ചൂടാവുന്നു ഈ സീറ്റ്. ഓക്കെ, താങ്ക് യു. പറഞ്ഞോളൂ, ഇനിയുണ്ടോ? ഒരുപാടുണ്ട്. ഓക്കെ, ചേച്ചി ഇങ്ങള് താങ്ങൂല, ജയിച്ചാലും കളി നിർത്താത്ത ടീംസ് ആണ്. അപ്പോ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ചേച്ചി ശരിക്കും അങ്ങനെയാണോ? താങ്ങൂല, ചേച്ചിക്ക് താങ്ങൂല, കളി നിർത്താത്ത ടീംസ് ആണ് അവര്. എന്റെ പൊന്നു കുഞ്ഞ, നീ ഇല്ലേ, നീ ഇപ്പൊ പറഞ്ഞ ഈ കമന്റിന് നിന്റെ മോന്ത തലയെ കൂടാണ് ഞാൻ നിർത്ത്. നീ എന്റെ കിച്ചുവിന്റെ ഏജ് ആയിപ്പോയി. എന്നാ വൃത്തികെട്ടതാടി നീ. ഇതിനാണോ നീയൊക്കെ എന്നെ വിളിച്ചു വരുത്തിയത്? കിച്ചുവിന്റെ പ്രായമുണ്ട്, നിന്നെ ഞാനൊന്നും പറയുന്നില്ല. കുറെ നേരമായി ഇവിടെ ഇരുത്തിയിട്ട് കിടന്ന്. കട്ട് ചെയ്തേക്ക്, മതി. അല്ല, ഞാൻ ജസ്റ്റ് കമന്റ് വന്ന കാര്യം ചോദിച്ചു. ഇത്ര റേസ് ആവേണ്ട ആവശ്യമില്ല അതില്. ഈ കമന്റ് ഒക്കെയാണോ ഇവിടെ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോ മാന്യത കാണിക്കേണ്ടതുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത്. കമന്റ്സ് വന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ടാണ് ഇത്ര വൃത്തികെട്ട കമന്റ്സ് വായിക്കുന്നത്? അതിന്റെ അർത്ഥം നിനക്കറിയോ? കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? കിച്ചുവിന്റെ ഏജ് അല്ലേ ഉള്ളൂ. അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അമ്മയെ പോലുള്ള ഒരാളുടെ അടുത്ത് ഇങ്ങനെയാണോ നീ ചോദിക്കുന്നത്? അത് കട്ട് ചെയ്തിട്ട് നിനക്ക് ചോദിക്കാമല്ലോ. നിന്റെ ദേഹത്ത് ഞാൻ ഒഴിച്ചില്ല, കാരണം എനിക്ക് മാന്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒഴിക്കായിരുന്നത്. വെള്ളം വേണ്ടത് ഗ്ലാസ് ഞാൻ എടുത്ത് കൊണ്ടുവെക്കോ, കാലേ തന്നെ കൊള്ളു, എന്റെ കാലേ തന്നെ. അതുകൊണ്ട് ഞാൻ പൊട്ടിക്കുന്നില്ല. നിർത്തിക്കോ, എനിക്ക് മതി. നിർത്തിക്കോ, ആയിക്കോ. ഗസ്റ്റിനെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനത്തെ മറ്റേ ചോദ്യം അല്ല ചോദിക്കും. ഞാൻ ഓൾറെഡി കമന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. ഒന്നുമില്ല മോളെ, നിർത്ത്. ഇത്ര കമന്റ്സ് ആണ് നീ ചോദിക്കണത്. വീട്ടിൽ ആരോടെങ്കിലും ചോദിച്ചേക്കാൻ അടി കിട്ടും നിനക്കിട്ട്. ഞാൻ അടിക്കാത്ത എന്റെ മാന്യത. കമന്റ്സ് അങ്ങനെ കുറെ ഉണ്ട്, ഇന്റർവ്യൂ ചോദിക്കുന്ന കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. അതൊന്നും കയ്യിലിരുന്നാ മതി, ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് എടുക്കുകയും വേണ്ട. അത് നിർത്തിയേക്ക്. നിങ്ങൾ നിർത്തല്ല, ഞാൻ എഴുന്നേറ്റ് പോകും. വേണമെങ്കിൽ വണ്ടി കൊണ്ട് വിടല്ലേ, ഞാൻ ഊബർ വിളിച്ച് പോകാം. തുറക്കടാ ഇത്.